ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. ഇത് നമ്മൾ വിചാരിച്ചു പിള്ളേരെയും കൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഗ്രാസിയയിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുവാണേ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, കാരണം ഒത്തിരി ഗെയിംസും കളിക്കാൻ ഒത്തിരി ഗെയിംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മോളിച്ചിരി പിണക്കുമായിരുന്നു. അതുകൊണ്ട് അവളെ ഒന്ന് ഇരുത്തി ഉറക്കിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ജോയിൻ ചെയ്യും. കാരണം അപ്പുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ, മിത്ര എന്ന പേര്. അപ്പം അവരും കൂടെ ജോയിൻ ചെയ്യും. അപ്പം നമ്മളിതാ ഇങ്ങനെ നടക്കുവാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കയ്യിലിരുന്ന് മോൾ ഉറങ്ങിയായിരുന്നു. ശരിക്കും ഈ ഓഗസ്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ അവർ പോലെ നടത്തും. കൂടുതലും മെയിൻ അട്രാക്ഷൻ പിള്ളേർക്കാണ്. അതിപ്പം കാറിൻ്റെ ഗെയിംസ് ആയാലും ഒത്തിരി റൈഡ്സൊക്കെ അവർ നമ്മുടെ ഈ ലുലുവിലൊക്കെ കാണുന്ന പോലെ പ്ലയാസ പോലത്തെ ഒരു കുഞ്ഞു മിനി പ്ലയാസ പോലത്തെ ഒരു ഏരിയ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഒത്തിരി ആൾക്കാരും ഭയങ്കര വൈബാണ് മൊത്തത്തിൽ. അപ്പം നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇതിൽ കയറണം അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ചില റൈഡ്സിൽ ഇവിടെ പിള്ളേർക്ക് കയറാൻ പറ്റത്തില്ല, കാരണം ഹൈറ്റ് വച്ചിട്ട് അവർ നോക്കും. ഹൈറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിലോട്ട് കയറ്റത്തുള്ളൂ. അപ്പം ഇവിടെ എല്ലാ ഗെയിംസിനും എനിക്ക് തോന്നുന്നു എൻട്രി ഫീസ് €4 ആണ്. അപ്പം €4 ഇത്ര മിനിറ്റ്, അല്ലെങ്കിൽ ചിലതിലൊക്കെ എന്ന് പറഞ്ഞാൽ കയറിയിട്ട് മുകളിൽ കൂടെ കയറി താഴെ ഇറങ്ങുമ്പോൾ കഴിയും, ചിലതിൽ 8 മിനിറ്റ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ കളിക്കാൻ ആഗ്രഹം പറഞ്ഞത് ഈ ബോൾ പിറ്റിലോട്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുപേരും കൂടി ബോൾ പിറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എനിക്കൊന്ന് ഇവിടെയാണ് ഏറ്റവും കൂടുതലും തിരക്കുള്ളതെന്ന് തോന്നുന്നത്, കാരണം എല്ലാ പാരൻസും പിള്ളേരെ ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ അങ്ങോട്ടേക്ക് പോവും. അങ്ങനെ ഞങ്ങളും അവരതാ ബോൾ പിച്ചിനകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം അവർക്ക് 8 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 8 മിനിറ്റിൽ അവർക്ക് കളിച്ചിട്ടിറങ്ങും. അവരുടെ കയ്യിലൊരു ബാൻഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അവരിറക്കി വിടും, അങ്ങനെയാണ്. പക്ഷേ പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്നാലും അവർ മാക്സിമം ഇറക്കി വിടുന്നുണ്ടായിരുന്നു. അവർ കളിക്കുന്നതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നു. ഒരു ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇവർ തമ്മിൽ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായിരുന്നു. അപ്പം അവർ കണ്ടതിൻ്റെ ഒരു സന്തോഷവും പിന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കുറേ ഏരിയയൊക്കെ വന്നപ്പോൾ അവിടേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ഗെയിമാണ്. ഈ ഗെയിം കളിക്കാൻ പൊതുവേ വലിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം എല്ലാവരും വലിയ ആൾക്കാരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഒത്തിരി കളിക്കുന്നുണ്ടായിരുന്നു. ബലൂൺസ് പൊട്ടിച്ചിട്ട് അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ നാട്ടിലും നമുക്ക് ഈ ഗെയിംസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒത്തിരി വലിയ ഗിഫ്റ്റുകളാണ്, വലിയ വലിയ ഡോൾസൊക്കെയാണ് കൊടുക്കുന്നതൊക്കെ. അടുത്ത നമ്മൾ കണ്ട ഒരു റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ കിങ് എന്ന് പറഞ്ഞ ഒരു പ്ലേ ഏരിയ ആയിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ മുകളിലോട്ട് കയറി മുകളിലൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. ആ ബെല്ലിൽ അടിച്ചു കഴിയുമ്പോൾ അവരുടെ റൗണ്ട് കഴിയും. അങ്ങനത്തെ ഒരു ഗെയിമാണ്. പിള്ളേർക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കയറി നടന്ന് ഓരോ ഏരിയയിലൂടെ പോയി അങ്ങനത്തെ ഒരു ഗെയിമാണ്. എനിക്കൊന്ന് ഇവിടെ തീരെ കുഞ്ഞു പിള്ളേർക്ക് അപ്പൂനൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലായിടത്തെയും പോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ചൊറോസൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അല്ലാത്ത സ്വീറ്റ്സും. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ടു. ഞങ്ങളൊന്നും മേടിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് വീഡിയോ എടുത്തിട്ട് പോയതാണ്. വേറൊരു പ്ലേ ഏരിയ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കാറിൻ്റെ തന്നെ 2 ലെയർ പോലെ വന്നിട്ടുള്ള കാറിൻ്റെയൊക്കെ ഒരു പ്ലേ ഏരിയ. അതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പം മിത്രയും വേറെ ഒന്നിലും കയറിയിട്ടില്ല, കാരണം അവർക്ക് അവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവരവിടെ തന്നെയായിരുന്നു കുറേ നേരം. അപ്പം നമ്മളിവിടെയൊക്കെ കണ്ട് ഈ സൈഡിലൊക്കെ നിന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി, കാരണം അത്ര തിരക്കായിരുന്നു.
പിന്നെ ഇവിടെ കുറച്ച് സ്വീറ്റ്സിൻ്റെ ഒരു സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു പ്ലേ ഏരിയ ആണേ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രീറ്റ്സിലെല്ലാം ഇങ്ങനെ ഫെസ്റ്റിവൽ പോലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ഈ ഒരു സ്ട്രീറ്റിൽ വന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര വൈബ് കണ്ടിട്ട് ഞങ്ങൾ കയറിയാണ്. നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് കണ്ടു, അങ്ങനെ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി തെറ്റുകുറ്റങ്ങളുണ്ടാവും, ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തെറ്റുകളൊക്കെ എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.